ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ചിക്കൻ ബോൾ ഉണ്ടാക്കണമെന്ന് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല അത്രയും പൊടികളായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ഒരു 1/4 സ്പൂണ് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 സ്പൂണ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെച്ചേക്കാം. എന്നിട്ട് അത് നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ അതങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വിനാഗിരി ഒഴിച്ചതിൻ്റെ കൂടെ നാരങ്ങ എണ്ണയും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വിനാഗിരി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ആ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഒരു ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം അത് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് വഴട്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. ഇതെല്ലാം വളരെ കുറേശ്ശെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ അനുസരിച്ചിട്ട് വേണം അതൊക്കെ എടുക്കാൻ. അതിനൊന്നും പ്രത്യേകം ഒരു അളവ് പറയാനായിട്ടില്ല. ഒരു 2-3 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഞാനൊരു തണ്ട് വേപ്പില കുനുകുനാന്ന് അരിഞ്ഞ് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ അരഞ്ഞ പോലെ കിട്ടും. എനിക്കതിനെക്കാട്ടി ഇഷ്ടം ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വലിയ പീസായിട്ട് കിട്ടണതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ഉണ്ടായി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില എന്തോരം ഇട്ട് കൊടുത്താലും നല്ലതാണ്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായുള്ളൂ, ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മസാല, അത്രേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇനി നമുക്കിതിന് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിൽ ഇച്ചിരി കൂടി കൂടുതൽ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. കപ്പല്ല, ഞാൻ ഈ ഗ്ലാസ് അളവാട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തതെല്ലാം ഈ ഗ്ലാസ്സിനാണ് അളവ് പറയണത്. പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒലിവ് ഓയിൽ ഉണ്ടായതുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തത് ഒരു 1/4 ഗ്ലാസ്സാണ്. പിന്നെ 1 ഗ്ലാസ് മൈദയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് മൈദ ഞാൻ ഇട്ടിട്ട് പിന്നെ ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായി. പിന്നെ ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് നേരോട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്, ഒന്ന് പതുക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ മാറ്റിക്കളയണം. ഒരുപാട് ഓയിലിലേക്ക് ഇത് ഒഴിക്കേണ്ട, പാനിന് ഒരു എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് തീ സിമ്മിൽ വെച്ചിട്ട് നമ്മുടെ ഈ ബാറ്റർ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മസാല കൈകൊണ്ട് തന്നെ എല്ലായിടത്തും ആവാൻ പാകത്തിന്. അപ്പോൾ കൈകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലായിടത്തേക്കും അത് സ്പ്രെഡാക്കി ഇടാൻ പറ്റും. സ്പൂണിൽ ചെയ്യണതിൽ നല്ലത് കൈകൊണ്ട് ചെയ്യണതാണ്. അങ്ങനെ എല്ലായിടത്തേക്കും ആ മസാല കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുത്തു. വീണ്ടും ആ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ബാറ്റർ തീരണ വരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് അതിൻ്റെ മുകളിലും കൂടി കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തീ സിമ്മിൽ വെച്ചിട്ട് ഈ ഡയറക്റ്റ് പാൻ തീയിൽ തന്നെ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇത് അടി കത്ത് പിടിക്കും, കരി പിടിക്കും എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ വേറൊരു പഴയ പാൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും ഈ പോള. അപ്പോൾ ഇങ്ങനെ ചെയ്യണവർ ഇതിൻ്റെ അടുത്തുനിന്ന് ഒട്ടും മാറിപ്പോവരുത്. എനിക്കിപ്പോൾ മൊത്തം ഈ പോള വേവിക്കാനായിട്ട് 20 മിനിറ്റ് തികച്ചായില്ല. അത് ഓരോ പാനിൻ്റെയും ഓരോ അടുപ്പിൻ്റെ അനുസരിച്ചും ഇരിക്കും കേട്ടോ. അപ്പോൾ വ്യത്യാസം വരും. അതല്ല പേടിയുണ്ടെങ്കിൽ വേറൊരു പഴയ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാൻ കയറ്റി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ആ ഫില്ലിങ് മുഴുവൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഫില്ലിങ് ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മൂടി വെച്ചിട്ട് സിമ്മിലിട്ടേക്കാം. ഞാൻ എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും.
കണ്ടോ ഇത്ര എനിക്ക് ബാക്കിയുണ്ട്, നമുക്ക് വേറൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കത്ത് പിടിച്ച് പോകാതെ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യണ്ടായി. അപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ആയിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് മറിച്ച് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ആ പാനിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു. മറിച്ചിട്ട് കഴിയുമ്പോൾ 5 മിനിറ്റ് തന്നെ മതി കേട്ടോ, കാരണം ഇത് നമ്മുടെ ഉള്ളിലുള്ള മസാലകളെല്ലാം വെന്തിരിക്കണതാണ്. പിന്നെ ആ ബാറ്റർ മാത്രം ഒന്ന് വേവാനേ ഉള്ളൂ, അത് പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇതാ ഈ പോള റെഡി ആയിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഇതായി കിട്ടി, പെട്ടെന്നായി കിട്ടി. അപ്പോൾ ഇത് ഈ മസാല ഉണ്ടാക്കാനും ഈ ബാറ്റർ ഉണ്ടാക്കാനുമുള്ള താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പോള റെഡിയാവും. ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേ നമ്മൾ സമൂസ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറേ സമയം പോകും. ഇത് വളരെ പെട്ടെന്ന് ഈ പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇനി ഇത് തണുക്കുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലാവും കേട്ടോ. പിന്നെ ഒരു ജ്യൂസും ചായ ആണെങ്കിൽ ചായയൊക്കെ കുടിക്കണവരാണെങ്കിൽ ചായയും ആയി കഴിയുമ്പോഴത്തേനും പിന്നെ ഇനി വേറെ ഒന്നും വേണ്ടാന്നാവും. അത്ര ഹെവി ആയിട്ട് തന്നെ ഉണ്ടാവും ഇത്. പെട്ടെന്ന് വയറ് ഫില്ലായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ആ മസാലയും ആ ബാറ്ററും ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട താമസമുള്ളൂ. അതും ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയേ അല്ല. അപ്പോൾ ഇത്